ഹലോ. ഇപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ കുറേ കാലമായിട്ടാണ് ഗെയിമിലൊക്കെ കയറിയിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗെയിമിൽ കയറുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പുതിയൊരു ന്യൂ ഈവൻ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗെയിമിൻ്റെ. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ഈവൻ്റിൽ നമുക്ക് ഒരു സിറ്റി ക്ലീൻ ചെയ്യാനാണ് പറയുന്നത്. സിറ്റിയിൽ കുറേ എനിമീസൊക്കെ ഉണ്ടാകും. ആ എനിമീസിനൊക്കെ അടിച്ചോടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം ആ സിറ്റി മൊത്തം. അപ്പോൾ അതാണ് ഈവൻ്റ്. അപ്പോൾ അതിന് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു വട്ടം കളിച്ച് നോക്കിയിട്ടാണ്, അപ്പോഴാണ് ഈവൻ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുള്ളത്. ഈവൻറ്റിന് കുറേ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെവലനുസരിച്ചിട്ട്. കണ്ടില്ലേ, ലംബോർഗിനി, റോൾസ് റോയ്സ്, വിങ്സ്, പിന്നെ എത്ര 25 അല്ല 2.5 മില്യൺ ഒക്കെ നമുക്ക് പ്രൈസ് ഉണ്ട്. അത് ലെവലനുസരിച്ചിട്ടാണ്, ലെവലല്ല ഇതനുസരിച്ചിട്ട്, ലീഡർ ബോർഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഗെയിം കേട്ടോ. ഇതൊന്നുമില്ല, നമ്മൾ എനർജി വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ 25 എനർജി ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം യൂസ് ചെയ്തു 10 എനർജി, വീണ്ടും രണ്ടാമത്തെ യൂസ് ചെയ്തു 10 എനർജി, അടുത്തത് 15 എനർജിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇനി 5 എനർജി ഉള്ളൂ. അപ്പോൾ നമുക്ക് എനർജി കൂട്ടണമെങ്കിൽ കുറച്ച് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഈ ടാസ്ക് നമുക്കിപ്പോൾ ഒരെണ്ണം ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയിം. സിമ്പിളാണ് ഈ ഈവൻ്റ്, നമുക്ക് കളിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ മെയിനിലാണ് നമ്മളുടെ ഈ സിറ്റി ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൽ എനർജി പിങ്കി ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. അതിൽ 500 മാക്സിമം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ GC വെച്ചിട്ട് എടുക്കാവും, എന്താ സംഭവം എന്നറിയില്ല. 500 ആയി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് സ്പിൻ ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്പിന്ന് ഇപ്പോൾ ഒന്നുമില്ല, 2 പ്രാവശ്യം ഞാൻ ചെയ്തു, അതിൽ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ GC വെച്ചിട്ട് വാങ്ങുന്ന കാര്യങ്ങളാണ്, അതൊന്നും നമ്മൾ നോക്കാറില്ല. പിന്നെ ഈ ഈവൻറ്റിലുള്ളത് ഇതാണ് കേട്ടോ, നമ്മുടെ ടാസ്കിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇതൊക്കെ ഓരോരോ ടാസ്കുകളാണ്. ഇതൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്രാവശ്യം ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കണം. എൻ്റെ എയർ ഡ്രോപ്പൊക്കെ ഉണ്ട്. എയർ ഡ്രോപ്പ് വരുമ്പോൾ അത് നമ്മൾ ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കണം. പിന്നെ ഇതൊക്കെയാണ് ടാസ്കുകൾ. പക്ഷേ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1500 എനർജി കിട്ടും. പിന്നെ ഒരു 40,000 മറ്റേ സ്റ്റോറിന് വാങ്ങാനുള്ള ഒരു കോയിൻ കിട്ടും. പിന്നെ 100 നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കോയിൻ കിട്ടും. ഇത്രയും ടാസ്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ. പിന്നെ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അടിയിൽ ഒരു നോണിയുണ്ട്, അതും നമുക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ തന്നെയാണ്. ഇപ്പോൾ എയർ ഡ്രോപ്പ് എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതേമാതിരി ലോഗിൻ ചെയ്യുമ്പോഴും ഒരു 10 കോയിൻ കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഒക്കെ നമുക്ക് 10 എനർജി വെച്ച് കിട്ടും കേട്ടോ ആ ടാസ്കുകളൊക്കെ. പിന്നെ നമുക്ക് സ്റ്റോറിൽ എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറിൽ നമുക്ക് ആ കോയിൻ, ഇതിൽ നിന്ന് ടാസ്കിൽ നിന്ന് കിട്ടുന്ന കോയിൻ വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മളിൽ സ്കിന്നും കാര്യങ്ങളും മാസ്കും ഒക്കെ ഉള്ളൂ കേട്ടോ. അത് ഓരോ 5 മണിക്കൂർ കൂടുമ്പോഴൊക്കെ മാറുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈവൻ്റ് ഉള്ളത്. പിന്നെ ഞാൻ കുറേ കാലമായിട്ടപ്പോൾ ഗെയിമിൽ കളിച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും അധികം ഇടാതെ ഇരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടാസ്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മതി. അപ്പോൾ ഗെയിമിങ് ചാനലാണല്ലോ, അപ്പോൾ ഞാൻ ഹീറോ ഗെയിമർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോഗൊക്കെ ഞാൻ ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോറിൽ പോയിട്ടൊരു ലോട്ടറി എടുക്കാനാണ്. നമുക്ക്
സ്റ്റോറിലേക്ക് ചെന്ന് ഒരു ലോട്ടറി എടുക്കാം. ഇവിടെ ആരും ഉണ്ടോ തോന്നുന്നു. ഇനിയിപ്പോൾ ഈവൻ്റൊക്കെ സ്റ്റാർട്ടായ സ്ഥിതിക്ക് കുറച്ച് പേരൊക്കെ രാവിലെയും ഒക്കെ കൂടുതൽ കയറുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലോട്ടറി വാങ്ങാം, 750 രൂപ. അപ്പോൾ നമ്മൾ ലോട്ടറി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈവൻ്റ് ഒന്ന് നോക്കാം, നമുക്ക് അത് കിട്ടും. അതുകൊണ്ട് കളക്ട് പറഞ്ഞിട്ട് കാണിച്ച് നമുക്കൊരു 50 എനർജി കിട്ടി. ഒരു 1500 മറ്റേ വാങ്ങാനുള്ള സാധനം, പിന്നെ 2 ഇതും കയറിയിട്ട് കേട്ടോ, 2 ഫൈറ്റ് ചെയ്യാനുള്ള കോയിനും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ടാസ്കിൽ നിന്ന് നമുക്ക് കിട്ടിയത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാലാണ് അടുത്ത ടാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ സ്കിന്ന് നല്ല രസമുണ്ട് കാണാൻ, അതാ ഞാൻ ഒന്നുകൂടി നോക്കിയത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ലീഡർ ബോർഡിൽ 80 കോയിനായിട്ടുണ്ട്, 300 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒരു 55 കിട്ടിയല്ലോ. 55 നമുക്ക് ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഇനി അടുത്ത് എനിക്കുള്ളൊരു 15 കോയിൻ കൊടുത്ത് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനത് അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വഴിക്ക് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ 2 ഇതുണ്ട്. അതിൽ ഒന്ന് ട്രൂച്ചി എന്ന് പറഞ്ഞിട്ടൊരു അറ്റാക്കാണ്. അത് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഡാമേജ് ആവുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 ഡാമേജ്, 2 ഡാമേജ്, ഇടയ്ക്ക് മിസ്സാവുന്നുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ അടിക്കുമ്പോൾ മിസ്സാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഇതേമാതിരി നോക്കാം. 10 എനർജി വെച്ചിട്ട് നമ്മൾ അടുത്ത എനിമിയുടെ അടുത്തെത്തി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അടുത്ത എനിമി ചെയ്യണോ അതോ വീണ്ടും വേറെ വഴി സ്റ്റാർട്ട് ചെയ്യണോ. അപ്പോൾ ഞാനത് ചെയ്തില്ല. വീണ്ടും ഒരു എനിമീനെ അറ്റാക്ക് ചെയ്തു. കണ്ടില്ലേ, 2 പ്രാവശ്യം മിസ്സായി, 2, 4 മിസ്സായി. അപ്പോൾ ആ എനിമീനെയും അറ്റാക്ക് ചെയ്ത് ഓടിച്ചു വിട്ടാൽ ഞാൻ. ഇനി എൻ്റെ കയ്യിൽ വീണ്ടും 5 എനർജി കൂടിയുള്ളൂ. അപ്പോൾ ഇനിക്ക് കളിക്കണമെങ്കിൽ ഇനി എനർജി വേണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ടാസ്ക് 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ ലൂട്ട് എടുക്കുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ചെയ്യേണ്ട, ഡ്രോപ്പിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതേമാതിരി, നമുക്ക് എനർജിയൊക്കെ കിട്ടുന്നുണ്ടാവും. അത് തപ്പിപ്പോകണം. ഇപ്പോൾ ഞാൻ 358ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. 50 വരെ ഉള്ളവർക്കാണ് അതിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ, റിവാർഡും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ഒരു സ്പിൻ ചെയ്യണ കാര്യമുണ്ടല്ലോ, അത് നോക്കിയപ്പോൾ ഒരു സ്പിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്പിന്നടിച്ചു. അപ്പോൾ വീണ്ടും ഒരു 1000 കോയിൻ കിട്ടിയിട്ടാണ് മറ്റേ സ്റ്റോറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത്. പിന്നെ വേറൊന്നുമില്ല ഈ ഈവൻ്റ്, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് ഈവൻ്റ് കേട്ടോ. ഈ ലൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തപ്പി കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാവും കേട്ടോ ഗെയിമിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പിടിച്ചിട്ട് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ കൂട്ടുകാരെ, ബായ്.